ചേച്ചി എനിക്ക് വലിയ വീട് ഉണ്ടാക്കിത്താ. നിത്യേച്ചി റെഡി ആയിട്ട് എവിടെ പോകുക? ഞാൻ നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് വാങ്ങാൻ പോകുക. ഹായ് ചോക്ലേറ്റ് കേക്കോ? ചേച്ചി കാര്യം പറ, ഇപ്പൊ എന്തിനാ ചേച്ചിക്ക് ചോക്ലേറ്റ് കേക്ക്? എടി പൊട്ടി, ഇന്ന് അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? ഹായ് ഹാപ്പി ബർത്ത്ഡേ. അയ്യോ, അത് ഞാൻ ഇപ്പഴേ ഓർത്തേ, ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ മൂത്ത മക്കൾക്ക് മാത്രമേ അമ്മേനോട് സ്നേഹം കാണൂ. അതിന് കേക്ക് വാങ്ങാൻ ചേച്ചിയുടെ കയ്യിൽ കാശ് എവിടെന്നാ? എന്റെ കയ്യിൽ കാശൊന്നുമില്ലടി, അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടാ ഞാൻ പോണേ. ഓ, അപ്പൊ ചേച്ചി മറന്നു, എന്നിട്ട് അച്ഛൻ ഓർമ്മിപ്പിച്ചു അല്ലേ? എടി ഒന്ന് പതിയെ പറ, അമ്മ അപ്പുറത്തുണ്ട്. അമ്മ മറന്നുപോയെന്ന് തോന്നുന്നു ഇന്ന് ബർത്ത്ഡേ ആണെന്ന്. നമുക്ക് ഈ കേക്ക് വാങ്ങി എല്ലാ കൊല്ലത്തെയും പോലെ സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ചേച്ചി ഇത്ര ഒരുങ്ങി പോകുമ്പോൾ അമ്മ ചോദിക്കില്ല എവിടെ പോകുന്നു. ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ ബുക്ക് വാങ്ങാൻ പോകുന്നു പറയണേ. ഞാൻ കേക്ക് വാങ്ങി ഒളിച്ച് പുറകുവശത്തോടെ കൊണ്ടുവന്ന് വെക്കാം, കേട്ടല്ലോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കരുത്. കുണിക്കുമോളെ, പറഞ്ഞാൽ നിനക്ക് ഒട്ടും കേക്ക് തരൂല. പറഞ്ഞില്ലെങ്കിൽ 4 കേക്ക് തരാം. 2 കേക്ക് തരാം. ദൈവത്തിനറിയാം. എടി എന്തായാലും ഞാൻ കടയിലേക്ക് പോകുവാണേ. നീ അമ്മ ചോദിച്ചു ഞാൻ കൂട്ടുകാരുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞാൽ മതി, കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റവും നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്ക് മേടിച്ചോണ്ട് പോവാ. ഹായ് ചോക്ലേറ്റ് കേക്ക്, കണ്ടിട്ട് കൊതിയായിട്ട് വയ്യ. ചേച്ചി ഇപ്പൊ തന്നെ അമ്മനെ വിളിക്കട്ടെ? അയ്യോടെ കുണിക്ക് കൊടുക്ക, ഇത് അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് അല്ലേ? നിങ്ങൾ അത് എടുക്കല്ലേ? ഞാൻ പോകാം അമ്മേനെ വിളിക്കാൻ. എടി നീ ഇത് പോകല്ലേ? അയ്യോ എന്താ ചേച്ചി, എല്ലാ കൊല്ലം അമ്മ ബർത്ത്ഡേ മറന്നു പോകും. നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്ക് വാങ്ങും, അത് കൊടുക്കും. അത് തന്നെയല്ലേ ഈ കൊല്ലെങ്കിലും ഒരു മാറ്റം വേണ്ടേ? അയ്യോ ചേച്ചി, അമ്മ മറന്നു പോണേന് നമ്മൾ എന്ത് ചെയ്യാനാ? നമുക്കേ അമ്മക്കൊരു ബർത്ത്ഡേ പ്രാങ്ക് കൊടുത്താലോ? കുണിക്ക് നീ അത് നക്കല്ലേ? പ്രാങ്കോ? എന്ത് പ്രാങ്ക്? എടി നീ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടില്ലേ? ക്ലാസ്സിലെ കുട്ടികളെ തല്ലു പിടിക്കുമ്പോൾ ടീച്ചർമാർ ഓടി വരുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാടും. ആ ഒരു പ്രാങ്ക്. എന്റെ പൊന്നു ചേച്ചി, അത് വേണ്ട. അത് ടീച്ചർമാര്, ഇതേ അമ്മയാണ്. അമ്മ മടൽ വെട്ടി നമ്മൾ അടിക്കും. ഇല്ലടി ഇല്ല, കേക്ക് കാണുമ്പോൾ അമ്മ പൊട്ടി കരഞ്ഞു പോകും. നമുക്കാണെങ്കിൽ അത് വീഡിയോ ഷൂട്ട് ചെയ്യാം. എടി കുണുക്ക അവിടെ നിക്കടാ. ദേ നിത്യചേച്ചി പറയണ കേട്ടെ, നമുക്ക് അമ്മേനെ പറ്റിക്കാം. ഇവർ രണ്ടുപേരും കൊളു വെക്കും ചേച്ചി. കുണുക്ക മക്കളെ, നിങ്ങൾ കൊള വെക്കരുത് കേട്ടോ. ഞാനും നീതുമോളും കൂടി ഇപ്പൊ നല്ല വഴക്കിടും, അടി ഇടി ഒക്കെ ഇടും. നിങ്ങൾ കരയാനോ ബഹളം വെക്കാനോ പോകരുത്. അപ്പൊ അമ്മ ഓടി വരും. ഓടി വരുമ്പോ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ പാടാം. സമ്മതിച്ചോ? ഇവര് കൊള്ളാലോ എന്റെ ദൈവമേ. എന്നിട്ട് വേണം അമ്മ നമ്മളെ കണ്ട ഇവര് പഠിക്കണേന്ന് പറയാൻ. ശരിക്കും ഇവരെ കണ്ടാ നമ്മൾ പഠിക്കുന്നേ. ചേച്ചി നമുക്ക് കേക്ക് ആദ്യം ഒളിപ്പിച്ച് വെക്കാം, അല്ലെങ്കിൽ അമ്മ വരുമ്പോ കേക്ക് കാണൂലേ? അയ്യോ അത് ശരിയാ, കേക്ക് ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഹാളിൽ പോയി തല്ലി പിടിക്കാം. അപ്പൊ പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ? തല്ലി പിടിക്കുന്നു, അമ്മ വടിയായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ അമ്മേനെ പറ്റിച്ചതാന്ന് പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നു. സമ്മതിച്ചോ? എന്നാ വാ, ഹാളിലോട്ട് പോവാം. അയ്യോ എന്റെ മുടിന്ന് വിടടി. കുറെ നേരായി ചേച്ചി തുടങ്ങിയിട്ട്. ചേച്ചിനോട് പറഞ്ഞിട്ടില്ല എന്റെ സാധനം ഒന്നും എടുക്കരുത്. നീ ഞാൻ എടുത്തിട്ടുണ്ട്. എടുത്താ നീ എന്ത് ചെയ്യൂടി? ഇവിടെയുള്ള സാധനങ്ങളെ നിന്റെ മാത്രമല്ല, ഞാൻ ഇനി എടുക്കും. എന്റെ മുടിന്ന് വിട, എന്റെ മുടിന്ന് വിട. ഇത്രയും നേരം എന്റെ മുടി പിടിച്ച് വലിച്ചില്ലേ നീ? അപ്പൊ നീ വിട്ടോ? അമ്മേ ചേച്ചി, എന്റെ മുടി. ഇനി മേലെ എന്റെ സാധനം എടുക്കരുത്. എടി നീ ഇതുപോലെ അമ്മ എന്താടി ഒന്നും മിണ്ടാത്തെ? നമ്മളെ വഴക്ക് പറയാൻ വരുന്നില്ലല്ലോ. ഞാനും അതാ ചേച്ചി ആലോചിക്കുന്നേ. വഴക്കിട്ട് ചാകാറായി. ദൈവമേ, എന്താണാവോ അമ്മ മിണ്ടാത്തെ? നീ എണീക്കടി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ഇടിയിടാം. അപ്പൊ അമ്മ ഓടി വരുമ്പോ ഹാപ്പി ബർത്ത്ഡേ പറയാം. അമ്മ ഇവിടെ ഇടിക്കണ കണ്ടോ? എന്നിട്ട് അമ്മ എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ കണ്ടോണ്ടിരിക്കുവല്ലേ. എന്താ അമ്മ ചേച്ചിനെ വഴക്ക് പറയാത്തെ? ഞാനെന്തിനാ അവളെ വഴക്ക് പറയുന്നേ? അയ്യോ അമ്മക്ക് എന്താ പറ്റിയേ? അത് കൊള്ളാം, ഇവിടെ ഇരുന്ന് കറിക്കുള്ള പച്ചക്കറി അരിയുന്ന എനിക്കെന്താ പറ്റിയെന്നോ? പിന്നെന്താ ഞങ്ങൾ ഇത്ര ഇടിയിട്ടിട്ടും അമ്മ വരാത്തെ? അയ്യോ അമ്മ ഇനി ഒന്നിനുമില്ല. നിങ്ങൾ ഇടിയിടുകയോ തല്ലു പിടിക്കുകയോ ചാകുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങളുടെ പ്രായമൊക്കെ കഴിഞ്ഞു. പറഞ്ഞു എന്റെ തൊണ്ടയിലെ വെള്ളം പറ്റി. എന്നാലും നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരുപാട് പണിയുണ്ട്. നിന്റെയൊക്കെ പുറകെ നടന്നേ കളയാനായിട്ട് എനിക്ക് നേരവും ഇല്ല, എനർജി ഇല്ല. ഇടിയിടുകയോ ചാവുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അമ്മേ മാറിക്കേ, എനിക്ക് അടുക്കളയിലോട്ട് പോകണം. അമ്മ എന്താ ചേച്ചി ഇങ്ങനെ? നമ്മുടെ പ്ലാൻ ആകെ തെറ്റിയല്ലോ. അയ്യോ അമ്മക്ക് വന്ന് മാറ്റേ. എടി ഇനി വല്ല വടിയെടുക്കാൻ പോയതാണോ? വടിയെടുക്കാൻ പോയതൊന്നും ആകൂല. കാരണം അമ്മയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നല്ലോ. അതുമല്ല, അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മ ശരിക്കും നമ്മൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിക്കുവാൻ തോന്നുന്നു. അയ്യോ അപ്പൊ പിന്നെ എന്ത് പറഞ്ഞ് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ കേക്ക് കൊടുക്കും? കേക്ക് മുറിക്കണില്ലേ? എന്ന് അടങ്ങിന്റെ കുണിക്കുമോളെ. എടി അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും പ്രാങ്ക് ചെയ്ത് മാത്രം കേക്ക് കൊടുത്താൽ മതി. അല്ല പ്രാങ്ക് കൊള്ളമില്ല. ഇനി അടുത്ത ഐഡിയ എന്താന്ന് ചേച്ചി പറ. നമ്മൾ രണ്ടും ഇടിയിട്ടാലല്ലേ അമ്മ മൈൻഡ് ചെയ്യാത്തെ? കുട്ടികൾ ഇടിയിട്ടാൽ മൈൻഡ് ചെയ്യാതിരിക്കൂലല്ലോ. അയ്യോ ഇവരെ കൊണ്ട് തമ്മിലടിപ്പിക്കാൻ പോകുവാണോ? അല്ലടി, നമുക്ക് ഈ കുട്ടികളെ കൊണ്ട് മുറ്റത്തേക്ക് പോകാം. എന്നിട്ട് ഇവർ അവിടെ കിടന്ന് തല്ലി പിടിച്ചെന്നോ കളിച്ചെന്നോ ഒക്കെ പറയാം. എന്നിട്ടേ ഈ കുണുക്കന്റെ തല പൊട്ടിയെന്ന് പറഞ്ഞ് അമ്മേനെ വിളിക്കാം. അപ്പൊ അമ്മ പേടിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ആണെന്ന് പറയാം. നല്ല ചീൻ ഐഡിയ. എന്റെ പൊന്നു ചേച്ചി, അമ്മ ഓടി വരുമ്പോഴേക്കും ഈ കുട്ടികളുടെ തല ഒന്നും പൊട്ടിയിട്ടില്ലെന്ന് മനസ്സിലാകില്ലേ? അപ്പൊ പിന്നെ നമുക്കിട്ടായിരിക്കും തല്ല് കിട്ടുന്നത്.
എടി മണ്ടി, നമുക്ക് വല്ല ജാമോ കെച്ചപ്പോ ആ സോസില്ലേ, തക്കാളി സോസ്, അതും വല്ലതും കുടുക്കൻ്റെ നെറ്റിലൊക്കെ പെരട്ടി വെക്കാം, മൂക്കിലൊക്കെ പെരട്ടാം. എന്നിട്ട് ഇതേ ചോര വരുന്നു എന്ന് പറയാം. പെട്ടെന്ന് അമ്മ വിശ്വസിക്കും. അമ്മ പേടിച്ച് ഓടി വരുമ്പോഴേക്കും നമുക്ക് കൈയടിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയാം. അത് നല്ല ഐഡിയ. ഞാനൊന്നുമില്ല. അയ്യോ അങ്ങനെ പറയില്ല എൻ്റെ കുണുക്കാ പൊന്നെ. ഇതേ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ നമുക്ക് അടിപൊളിയാക്കണ്ടേ. വാ, രണ്ടുപേരും മുറ്റത്തോട്ട് വാ. ചേച്ചി, ഞാൻ ഇവന്റെ മുഖത്ത് കെച്ചപ്പിടാൻ പോകും. അമ്മ വരണ്ടോ നോക്കണേ. ഇല്ലടി, വേഗം ഇട്ടോ, അമ്മ വരുന്നില്ല. ശരിക്കും ചോര പോലെ ഉണ്ട്. ഇത് ഞാൻ തിന്നോട്ടെ. അടിപൊളി. ഈ പ്രാങ്കിൽ എന്തായാലും അമ്മ വീഴും. അയ്യോടെ കുണുക്കാ, നീ തിന്നെയൊന്നും ചെയ്യല്ലേ. നീ ഇങ്ങനെ ചിരിച്ചുവഴി ചിരിക്കല്ലേ. കുറച്ച് സങ്കടപ്പെട്ട് മുഖം നിക്കലേക്ക് കരയണ പോലെ നിക്ക്. മതിയോ? എന്റെ പൊന്നെ അഭിനയ സിംഹം, മതി മതി. ഞാൻ പോയി അമ്മേനെ വിളിച്ചോണ്ട് വരാം. വേഗം പോയി വിളിക്ക്. ഞാൻ ഈ കെച്ചപ്പൊക്കെ മാറ്റി വെക്കട്ടെ. അമ്മേ അമ്മേ, ദേ കുണക്കം വീണു. അമ്മേ, ഇത് എവിടെയാ അമ്മേ? പോട്ടെ കുണക്ക പോട്ടെ, സാരയില്ല. അമ്മ വരുന്നില്ലല്ലോ. അമ്മേ ഒന്ന് ഓടി വാ. അയ്യോ കുണക്ക, നിനക്ക് എന്ത് പറ്റി? അമ്മ ഓടി കളിച്ചപ്പോ വീണത് അമ്മേവൻ. അയ്യോ ദൈവമേ, മൂക്കിലും വായിന്നൊക്കെ ചോര വരുന്നല്ലോ. ദൈവമേ, വേഗം ആശുപത്രി ആശുപത്രി ആശുപത്രി. അയ്യോ അമ്മേ അമ്മേ, എടി ചോര കണ്ട അമ്മ പേടിച്ച് തലയിറങ്ങി വീണെന്നാ തോന്നുന്നേ. അമ്മ എണീക്കമ്മേ, അമ്മ എണീക്കമ്മേ. കുണുക്കനൊന്നുമില്ല, അത് ചോരയല്ല, അത് പ്രാങ്ക് അമ്മേ. അമ്മ എണീക്കമ്മേ, അമ്മ എണീക്കമ്മേ, അമ്മ എണീക്കമ്മേ. അമ്മ ഇത് ചോരയല്ല, ഇത് കെച്ചപ്പാ. ഞങ്ങൾ പറ്റിച്ചതാ. അമ്മ തലകറങ്ങി വീഴുമെന്ന് ഓർത്തില്ല. ഈ കെച്ചപ്പോ നേരാണല്ലോ. അമ്മ ഇത് പ്രാങ്കാ. അമ്മ ഹാപ്പി ബർത്ത്ഡേ. അച്ഛാ സോറി. മിണ്ടരുത് നിങ്ങൾ. ഒരു കുഞ്ഞി കൊച്ചിന്റെ കണ്ണീന്ന് മൂക്കിന്നൊക്കെ ചോര വരുന്നു പറഞ്ഞാണ് അമ്മേനെ പ്രാങ്ക് ചെയ്യേണ്ടത്. അച്ഛാ, അമ്മ തലകറങ്ങി വീഴുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പിന്നെ നിങ്ങൾ എന്ത് കരുതി? ചോര വരുന്നത് കാണുമ്പോ അമ്മ സന്തോഷിക്കുമെന്നോ? അച്ഛാ, ബർത്ത്ഡേക്ക് ഒരു പ്രാങ്ക്. പ്രാങ്ക്? ആ ഒരു വാക്കി വീട്ടിൽ മിണ്ടി പോകരുത്. നീ കേക്ക് വാങ്ങി തന്നോടുമ്പോ ഞാൻ എന്താ നിന്നോട് പറഞ്ഞത്? കേക്ക് കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കണം, ഞാൻ വരുമ്പോൾ സന്തോഷത്തോടെ എല്ലാവരും കൂടി മുറിക്കാന്നല്ലേ? എന്നിട്ട് നീ എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? ഈ കുട്ടികൾ എന്താ മനസ്സിലാക്കണത്? കെച്ചപ്പെടുത്ത മോത്തും ഇതും വാരിയിട്ട് കൊടുത്ത് ചോരയാണെന്ന് പറയുക. ഇവര് നിങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നേ? അച്ഛാ വഴക്ക് പറയില്ല അച്ഛാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നോടൊന്നും പറയണ്ട. സാധാരണ അമ്മ വഴക്ക് പറയുമ്പോൾ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാ, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാ. പക്ഷേ ഈ കാര്യത്തിൽ അത് പറ്റില്ല. പറ്റിപ്പോവച്ചാ, ഞങ്ങൾ ഇനി എന്താ ചെയ്യാ? രണ്ടുപേരും അമ്മേനോട് പോയി സോറി പറ. വേണ്ട, എനിക്ക് ആരുടെ സോറി കേൾക്കണ്ട. അമ്മേ, ഞങ്ങളെ നോക്കമ്മേ പ്ലീസ്. അമ്മേ, അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേക്ക് ഞങ്ങൾ വെറുതെ കാണിച്ചതാ അമ്മേ. അമ്മ വഴക്കിട്ടിരിക്കല്ലേ അമ്മേ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മേ. അച്ഛാ അമ്മേനോട് പറയച്ചാ, ഞങ്ങളോട് മിണ്ടാൻ പറയച്ചാ. എങ്ങനെ മിണ്ടു അമ്മ? നിങ്ങളുടെ പ്രവൃത്തി അതല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല. ഇതെന്തായാലും ഇങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടുപേർക്ക് രണ്ട് നല്ല അടി തന്നിട്ടേ ഉള്ളൂ കാര്യം. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. മാധവൻ ചേട്ടാ, കുട്ടികൾ ഒരു തമാശ കാണിച്ചു നിർത്തി അവരെ തല്ലി കൊല്ലാൻ പോവാണോ? ഇതാണോ ഈ തമാശ? ആ വടി എങ്ങനെ തന്നെ. വേണ്ട, കുട്ടികളെ തല്ലണ്ട. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? അവർ ചെയ്തത് തെറ്റാ. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നപ്പോ തന്നെ അവർ എന്തോരം വേദനിച്ചു. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. എന്റെ മക്കളെ തല്ലണ്ട. കണ്ടോ മക്കളെ, നാഴികക്ക് 40 വട്ടം നിങ്ങളുടെ അമ്മ തല്ലും. എന്നിട്ട് ഞാൻ തല്ലാൻ എടുത്തപ്പോഴേ അവളുടെ സങ്കടം കണ്ടില്ലേ? പോട്ടെ മക്കളെ പോട്ടെ, ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതി. സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കേക്ക് മുറിക്കാൻ വാ. കേക്ക് മുറിക്കാം. കരഞ്ഞോണ്ടല്ല, നല്ല സന്തോഷത്തിൽ വേണം കേക്ക് മുറിക്കാൻ.